കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നു ഗുരുവായൂരപ്പനെന്ന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു യോഗ്യനായിട്ട് ഒരാളായിട്ട് ഞാൻ പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കണേ. കാൽമേലതാ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്, കസവോട് കൂടിയുള്ള ചുവന്ന പട്ട്. പാളസാർ പോലെ അരയിൽ കിങ്ങിണിയുണ്ട്. മുല്ലമൊട്ട് മാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. രണ്ടിന് നടുവിൽ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. ഒരു യോഗ്യനായിട്ട് നല്ല നല്ല ഭംഗിയാണ് ശ്രീലകത്തേക്ക്. നല്ല കൂടിയുള്ള നിൽക്കണ ഒരു ഭാവത്തിൽ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ സന്തോഷവും. അത്ര രസമായിട്ട് കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കയ്യിലൊരു വില്ല് പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിലൊരു അമ്പും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ശ്രീരാമസ്വാമിയായിട്ട് ശ്രേഷ്ഠനായിട്ടാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. എന്തൊരു ഭംഗിയാറ് ചാർത്തിയത് കാണാൻ. അടിതൊട്ട് മുടി വരെ ഒരേ അനുപാതത്തിൽ നല്ല ഭംഗിയായിട്ട് ശ്രീരാമസ്വാമിയായിട്ട്. രണ്ട് ചെവിയിലും ഗോപീത്തിലകം വെച്ചിട്ടുണ്ട്, നെറ്റീമിലും ഒരു ഗോപീത്തിലകം വെച്ചിട്ടുണ്ട്. മന്ദസ്മിതം തൂകിയും കൊണ്ട് നിൽക്കണം ശ്രീരാമസ്വാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമ ജയ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ജയ ജയ. അങ്ങനെ ശ്രീരാമസ്വാമിയായിട്ട് നിങ്ങളെ നമ്മുടെ പൊന്നുണ്ണി കാണാൻ നല്ല കൗതുകമായിട്ടാണ് ചാർത്തിയത്. നല്ല ഭംഗിയുണ്ട്. ആ തിരുമുഖം, ആ ചാർത്തിയതും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. കിരീടം ചാർത്തിയിട്ടുണ്ട് ചന്ദനം കൊണ്ട് നല്ല ഭംഗിയായിട്ട്. തിരുമുടി മാലകൾ രണ്ടെണ്ണമാണ് ചാർത്തിയിരിക്കുന്നത്. ഒന്ന് തെച്ചിയും തുളസിയായിട്ടും പിന്നെ തെച്ചിപ്പൂവും വെളുത്ത പൂവായിട്ട്. അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയുണ്ട്. താമര, തുളസി, തെച്ചി അങ്ങനെയായിട്ടൊന്ന്. പിന്നെ വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇടകലർന്നിടത് വെള്ള ചോപ്പാട്. അങ്ങനെ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടി മാലകളും ചാർത്തിയിട്ടുണ്ട്. ഈ തിരുമുടി മാലകളുടെ മോട് വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ട് തന്നെ 2 പിന്നെ തെച്ചി, തുളസി, വെളുത്ത പൂവായിട്ട് 1. പിന്നെ വെളുത്ത പൂ മാത്രമായിട്ട് 1. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ളത് 2. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ ശ്രീരാമസ്വാമി അമ്പം വില്ലും പിടിച്ച് നല്ല ശ്രേഷ്ഠ നല്ല ഭംഗിയുണ്ട് കാണാൻ. നിപ്പ് കാണാൻ തന്നെ ഒരു യോഗ്യനായുള്ള ഒരാൾ നിൽക്കണ പോലെ നമ്മുടെ പൊന്നുണ്ണി കണ്ണ് നിൽക്കണത് കേട്ടൊന്ന് അത്ര കൗതുകത്തിൽ ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ. തല്ലാനായി കരമോങ്ങിയാൽ കരകയായച്ഛൻ വിളിച്ചാൽ വരില്ലില്ലത്തേക്കയൽ വീട്ടിലാണു പകലൊക്കെയും പരുങ്ങിയിടുക. മല്ലാക്ഷിണിമാരെ എപ്പോഴും അലട്ടിയിടുന്നു. നെയ്പാൽ കവർന്നെല്ലാം കൊണ്ടു മതീവ കൗതുകമയം കണ്ണൻ്റെ കൗമാരകം. ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണെന്ന് ശ്രീരാമസ്വാമിയായിട്ടാണ് നിൽക്കണത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ സന്തോഷവും. അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത്. ഗുരുവായൂരപ്പാൻ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ ശ്രീരാമസ്വാമിയുടെ തൃപ്പാദത്തിൽ, നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണകൾ നമസ്കരിക്കാം. എന്നിട്ട് ആ തിരുമുഖം നോക്കി ഉറക്കം നാമം ജപിക്കാം. ആ തിരുമുഖം കണ്ടെത്താൻ ആ മന്ദസ്മിതത്തോടു കൂടി അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കണം ആ ശ്രീരാമസ്വാമി. രാമ രാമ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദത്തിൽ വീണങ്ങൾ നമസ്കരിച്ച് ആ തിരുമുഖം നോക്കി ഉറക്കം നാമം ജപിക്കാം. ശ്രീരാമസ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ പൊന്നുണ്ണി കണ്ണനും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കല്ലേ നാമം ഓർക്കെ. പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.